അങ്ങനെ കുഞ്ഞാമ്പാണ്ടിക്കാട് ഏറിപ്പോയ ലക്കി ഡ്രോൻ്റെ വിഷയങ്ങൾ ഇങ്ങനെ അന്തവും കുന്തവും ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ പേര് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സർക്കാരിൻ്റെയും നമ്മളിവിടുത്തെ സിസ്റ്റത്തിൻ്റെയും ശ്രദ്ധയിലേക്ക് ഈ വിഷയം കൊണ്ടുവരാൻ കുറേയധികം ആളുകൾ മന്ത്രിമാരടക്കമുള്ളവരെ സമീപിച്ച് പല കാര്യങ്ങളും മുന്നോട്ട് നീക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ എന്താണെങ്കിലും കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോൻ്റെ കോണ്ടൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു സീരീസ് ഓഫ് വീഡിയോസ്, കുഞ്ഞാൻ്റെ ഈ ഒരു ലക്കി ഡ്രോ വീഡിയോസ് കാണുന്നവർക്ക് എന്താണെങ്കിലും ഫസ്റ്റ് നറുക്കെടുത്ത സാപ്പി ഈ ഷാഫി എന്ന് പറഞ്ഞ വ്യക്തിയിലേക്ക് എങ്ങനെ നാസർ കണക്റ്റായി എന്നുള്ളത് കൃത്യമായിട്ട് കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇവിടെയും പറയുകയാണ്. ഈ നാസറിൻ്റെ ആദ്യ ഭാര്യയിലുണ്ടായ മകൻ അൻവർ എന്നാണ് പേര്. ഈ അൻവറും ഈ ഷാഫിയും ഒരേ സ്ഥലത്തു നിന്നാണ് ബിസിനസ് പാർട്ട്നേഴ്സാണ്. ഓക്കെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതൊക്കെ എൻ്റെ വീഡിയോയിൽ നിന്നും പല വേറെ കോണ്ടൻറ്റുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ അൻവർ ഈ ലക്കി കൂപ്പൺ, ഈ ലക്കി ഡ്രോ വെച്ച വീടടക്കം വിൽക്കാൻ വെച്ച നാസറിൻ്റെ ആദ്യ ഭാര്യയിലെ മകനായ അൻവർ ഒരു യൂട്യൂബറാണ്. അത്യാവശ്യം വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ആ വ്യക്തി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വേർഷൻ, ആ വ്യക്തിയുടെ ഒരു വേർഷൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് പ്ലസ് നമ്മുടെ ഫസ്റ്റ് പ്രൈസ് അടിച്ച ഷാഫിയും ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് ഷാഫീൻ്റെതായിട്ടുള്ള വേർഷൻ ഷാഫിയും ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ ഒപ്പം നമ്മളൊന്ന് കണ്ട ആ ഫ്രണ്ടും കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവർ തന്നെ ഇപ്പോൾ പുറത്ത് വന്ന് കാര്യങ്ങൾ അവരുടെ വേർഷൻ അവർ പറയാൻ തുടങ്ങി. അതിലൊക്കെ അവർ എന്നെ മെൻഷൻ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നതുകൊണ്ടായിരിക്കും അവർ കുഞ്ഞാൻ പാണ്ടിക്കാടിനെ എന്നെയും മെൻഷൻ ആക്കി വെച്ചിട്ടുണ്ട്. കുഞ്ഞാനെ ഞാൻ ഇന്നും കണ്ടിട്ടുണ്ടായിരുന്നു. കുഞ്ഞാനോട് ഏകദേശം ഒരു 1-1.25 മണിക്കൂർ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. കുഞ്ഞാൻ ഇപ്പോഴും അതേ സ്റ്റാൻഡിലാണ്. കുഞ്ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. കുഞ്ഞാനെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറ്റിച്ചിട്ടുണ്ടാവും. എന്നാൽ അവരാണ് കുഞ്ഞാനെ പറ്റിച്ചതെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഈ കൊണ്ടുപോയി കേസ് കൊടുക്കുക അവർക്കെതിരെ, നാസറിനെതിരെ, പിന്നെ ആ ഒപ്പം നിന്ന വെള്ളപനീനെതിരെയും കേസ് കൊടുക്കാൻ പറയുമ്പോഴത്തേക്ക് കുഞ്ഞാൻ പറയും ഓരെങ്ങനെ പറ്റിക്കാൻ വഴിയില്ല, കുഞ്ഞാൻ എന്ത് പൊട്ടറാന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും കൃത്യമായിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ കുഞ്ഞാനോട് ഇന്നും പറഞ്ഞിട്ടുണ്ട്. ബാക്കി അപ് ടു കുഞ്ഞാൻ, വരും വരായികളൊക്കെ കുഞ്ഞാൻ്റെ തലയിലാണ്, കുഞ്ഞാൻ അനുഭവിക്കുക. എന്താണെങ്കിലും ഇവരുടെ രണ്ടുപേരുടെയും എക്സ്പ്ലനേഷൻ ഞാൻ രണ്ടുപേരുടെയും യൂട്യൂബ് ചാനലിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്, അൻവറിൻ്റെയും കൊടുക്കുന്നുണ്ട്, ആൻഡ് ദിസ് ഷാഫിൻ്റെയും ഞാനിവിടെ രണ്ടുപേരുടെയും യൂട്യൂബ് ചാനലിൻ്റെ സ്ക്രീൻഷോട്ട്സ് ഞാനിവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് വെരി സോറി ഗൈസ്, വെൽക്കം ടു നട്ടപ്പാതിര വീഡിയോ. ഐ ആം യുവർ ബാറ്റ്മാൻ ഏജൻറ്റ്. എല്ലാ വവ്വാൽ മക്കൾക്കും സ്വാഗതം. ആദ്യം തന്നെ പറയാൻ പറഞ്ഞത് കാരണം ഞാൻ കുറച്ചൊരു യാത്രയിലായിരുന്നു, അപ്പോൾ പെട്ടെന്ന് നിർത്തി വീഡിയോ എടുത്തതാണ്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഈ അൻവറിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് തന്നെ ആദ്യം പോവാം. നാസർ എന്ന വ്യക്തി എൻ്റെ സ്വന്തം ഉപ്പ തന്നെയാണ്. ആ ചോര തന്നെയാണ് എൻ്റെ ഞരമ്പിൽ ഓടുന്നത്. പക്ഷെ ആ ബന്ധം 25 വർഷങ്ങൾക്ക് മുമ്പ് മുറിച്ചിട്ട ബന്ധമാണ്. 25 വർഷങ്ങൾക്ക് മുമ്പ് അത് നിന്നുപോയൊരു കാര്യമാണ്. 25 വർഷത്തിന് ശേഷം ഈ നാസർ എന്ന് പറയുന്ന, എൻ്റെ ഉപ്പ എന്ന് പറയുന്ന ഈ വ്യക്തി, എൻ്റെ ഉമ്മയെ കല്യാണം കഴിച്ചു എന്ന് പറയുന്ന ഈ നാസർ എന്ന വ്യക്തിയുമായിട്ട് എനിക്ക് നേരിട്ട് യാതൊരു രീതിയിലുള്ള കോണ്ടാക്റ്റോ കാര്യങ്ങളോ എനിക്കില്ല, ഉണ്ടായിട്ടുമില്ല. നാസർ എന്ന് പറയുന്ന, എൻ്റെ ഉപ്പ എന്ന് പറയുന്ന, എൻ്റെ സിരകളിൽ ഓടുന്ന ചോര തന്നെയാണ് അദ്ദേഹത്തിന്റെ സിരകളിൽ ഓടുന്നത്. ശരിയാണ്, നിങ്ങളെല്ലാവരും ഈ പറഞ്ഞ ഫൈസൽ ചെറുപാടി പറഞ്ഞ കാര്യവും ശരി തന്നെയാണ്, സത്യം തന്നെയാണ്. പക്ഷേ 25 വർഷങ്ങൾക്ക് ശേഷം, 26 വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ ഉപ്പയാണെന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ കാണുന്നത്, നല്ലോണം കാണുന്നത്, മുഖത്തോട് മുഖം കാണുന്നത് എൻ്റെ വിവാഹത്തിന്റെ അന്നാണ്. പലരും അന്ന് കണ്ടിട്ടുമുണ്ട്, എൻ്റെ നാട്ടിലുള്ള ആളുകളും പലരും അന്ന് കണ്ടിട്ടുമുണ്ട്, പലർക്കും ഇക്കാര്യങ്ങളൊക്കെ അറിയുന്നതുമാണ്. ഉപ്പാനയായിട്ട് മകൻ ഒരു ബന്ധവും കുറേ കാലങ്ങളായിട്ടില്ല എന്നുള്ളതാണ് അൻവർ പറയുന്നത്. അതായത് ബേസിക്കലി നാസറിൻ്റെ മകനാണ് അൻവർ. അപ്പോൾ ഇങ്ങനത്തെ ഒരു കൂപ്പൺ ഈ അൻവറിൻ്റെ ഫ്രണ്ടിന് ഷാഫിക്ക് അടിച്ചു എന്നുള്ളത് അറിയുമ്പോൾ വരുന്ന ചോദ്യങ്ങളുടെ ഉത്തരം കൊടുക്കുക എന്നുള്ളതാണ് അൻവർ ചെയ്യുന്നത്. അതിൽ ഉത്തരത്തിൻ്റെ മെയിൻ കാര്യം അൻവർ പറഞ്ഞു വെക്കുന്നത് ഉപ്പാനായിട്ടൊരു ബന്ധവും ഇല്ല, കല്യാണത്തിന് കണ്ട ബന്ധം മാത്രമാണെന്നാണ്. പക്ഷേ ഈ വീഡിയോ ഇങ്ങനെ മുന്നോട്ട് പോകും തോറും അൻവർ പറയുന്ന കാര്യങ്ങളിൽ എനിക്ക് തോന്നിയ കുറേ ഡൗട്ടല്ല ചിലപ്പോൾ അൻവർ, ഞാൻ പറഞ്ഞല്ലോ അൻവറിൻ്റെ സിറ്റുവേഷനാണ് അൻവർ പറയുന്നത്. പക്ഷെ നമ്മളുടെ സംശയം, ഞാൻ എൻ്റെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള സംശയം ചോദിക്കുന്നത്, അൻവറിന് 25 വർഷമായിട്ട് ഉപ്പാനായിട്ടൊരു ബന്ധമില്ല. ഉപ്പ എന്ന് പറഞ്ഞ വ്യക്തി ഒരു ലൈഫിൻ്റെ ഒരു സ്റ്റേജിലും അൻവറിനെ നോക്കിയിട്ടില്ല. അൻവറിനോട് ഒരു തരത്തിലുള്ള ഉപ്പ എന്ന് പറഞ്ഞ കാര്യം നിന്ന് ചെയ്യേണ്ട ഒരു കാര്യങ്ങളും, ഒരു ഉപ്പാൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട ഒരു കാര്യം അയാൾ ചെയ്തിട്ടില്ല.
ഉമ്മയാണ് അൻവറിനെ എല്ലാം നോക്കി. അങ്ങനെ ഒരു ഉപ്പ, ഒരു കല്യാണത്തിന് പോയി വന്നൊരു ബന്ധം മാത്രമുള്ള ഒരു ഉപ്പ, ഉപ്പാൻ്റെ ഒരു വീഡിയോ, ഉപ്പാൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലൊരു വീഡിയോ വന്നപ്പോഴത്തേക്ക് അൻവർ ഉപ്പാനെ സഹായിക്കാൻ ഇറങ്ങുകയാണ്. ഓക്കെ, അൻവർ ഉപ്പാനെ സഹായിക്കാൻ ഇറങ്ങുമ്പോൾ വീണ്ടും അൻവർ കല്യാണത്തിന് ശേഷം ഉപ്പാനെ കണ്ട ആ ഒരു സിറ്റുവേഷൻ, അതായത് കല്യാണം കഴിഞ്ഞിട്ട് 25 വർഷത്തിനിടയിൽ കല്യാണം, അതിനുശേഷം പിന്നെ കാണുന്നത് ഒരു വീഡിയോയിൽ ഈ ഒരു അവസ്ഥയിൽ. അങ്ങനെ ആ ഒരു ഒറ്റ വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം അതിൽ ആ നമ്പറിലേക്ക് വിളിച്ച് ഉപ്പാനെ സഹായിക്കാൻ അൻവർ ഇറങ്ങുക എന്ന് പറയുമ്പോൾ വീണ്ടും ആളുകൾക്ക് അൻവറെ സംശയം തന്നെയായിരിക്കും ഈ കാര്യത്തിൽ. മനസ്സിലായി, ഇതൊന്നും ആളുകൾക്ക് അങ്ങോട്ട് ദഹിക്കില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പേഴ്സണലി. അപ്പം അൻവറിൻ്റെ ഒരു അവസ്ഥ എനിക്ക് മനസ്സിലാവും. ഓക്കെ, ഇതൊക്കെ വന്നിരുന്ന് ഇനി പറയണം, പലരോട് ഉത്തരം പറയണം, പുറത്തിറങ്ങുന്ന സമയത്ത് 100 ചോദ്യങ്ങൾ വരും. ഇതിൻ്റെയൊക്കെ കോർ പ്രശ്നം കിടക്കുന്നത് എവിടെ? അൻവറും ഷാഫിയും ഒക്കെ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൻ്റെ ഒരു കോർ പ്രശ്നം കിടക്കുന്നത് ആ നറുക്കെടുപ്പ് തന്നെ സുതാര്യമല്ല. ആ നറുക്കെടുപ്പ് വിഷ്വലി നമുക്ക് കാണുമ്പോൾ തന്നെ അത് ഉഡായിപ്പാണ് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ആൻഡ് നറുക്കെടുത്ത ഒന്നാമത്തെ കൂപ്പൺ ബന്ധുവിൻ്റെ ഫ്രണ്ടിന്, രണ്ടാമത്തെ കൂപ്പൺ അപ്പുറത്ത് നിന്നു എൻ്റെ അളിയന്. ആ അളിയൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ പെങ്ങളായിട്ട് ഡൈവേഴ്സാന്ന് ഓൻ പറയുന്നു. ആദ്യത്തെ കൂപ്പണിൽ അടിച്ച ആ ആളോട് ചോദിക്കുമ്പോൾ അത് ആദ്യത്തെ ഭാര്യയിൽ ഉണ്ടായിരുന്ന മകൻ്റെ ഫ്രണ്ടാന്ന് പറയുന്നു. ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ബന്ധമുണ്ട്, എന്നവരാരും തമ്മിൽ ബന്ധമില്ല, ഇപ്പോൾ ബന്ധമില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഏതൊരു ലേഡി, ഒരു സ്കൂട്ടി അടിച്ച ലേഡീൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്, നൂനിയോ അതിനെന്തോ ഒരു പേര് പറഞ്ഞു ഒരു ലൈവിൽ. അതും ഇവരെ ബന്ധക്കാരാണെന്നൊക്കെ കമൻറ്റ് ബോക്സിൽ, ചുമ്മാ എഴുതിയിരുന്നതാണോ നമുക്കറിയില്ല, അതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഇല്ല. പക്ഷേ അങ്ങനെയും പറഞ്ഞ് കുറേ ആൾക്കാർ കമൻറ്റ് ബോക്സിൽ ഇടുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ബുള്ളറ്റ്, മൂപ്പര് ഊട്ടിക്ക് ടൂർ പോകാൻ പോകണം, അതിൽ കോട്ട് വിട്ടിട്ട് പൊക്കി പിടിച്ചപ്പോഴത്തേക്കും ആ ബൈക്ക് ഞാൻ തന്നെ, നമ്മൾ തന്നെ പറഞ്ഞിട്ട് വേറൊരാൾ. പൊതുവേ ഇതിൽ സംശയത്തിൻ്റെ എലമെൻ്റാണ് കൂടുതൽ. ആ സമയത്താണ് അൻവറിൻ്റെ സിറ്റുവേഷനാണ് മനസ്സിലാക്കാം, ഹെൽപ്ലെസ് ആണ്. കാരണം നാട്ടിലിറങ്ങാൻ പറ്റില്ല. ചെറിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ എയർ പോയി കഴിഞ്ഞാൽ നമുക്ക് നാട്ടുകാരെന്ന് നോട്ടും ബാക്കിയുള്ളവരുടെ സംസാരം നമുക്കറിയാം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇത് അൻവറിൻ്റെ അവസ്ഥയിൽ അൻവർ വന്ന് പറയുന്നു, അൻവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, സംശയം ഉണ്ടെങ്കിൽ തിരിച്ചു ചോദിക്കുക, അവസ്ഥ മനസ്സിലാക്കുക, ഇത്ര നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും. എന്നാലും സംശയങ്ങൾ ഉണ്ടാവും അൻവറെ. അതിനുശേഷം ഈ പറഞ്ഞ വ്യക്തിയെ ഞാൻ കാണുന്നത് KL ബിജു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ യൂട്യൂബ് ചാനലിലാണ് പിന്നെ ഞാൻ ഈ മനുഷ്യനെ കാണുന്നത്. വളരെ സാമ്പത്തികമായിട്ട് ഞെരുക്കത്തിൽ കുടുങ്ങി സ്വന്തം വീടും സ്വന്തം കയ്യിലുള്ള അധ്വാനിച്ചുണ്ടാക്കിയ വീടും സ്ഥലവും പോകുന്ന രീതിയിൽ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് പിന്നെ ഞാൻ ആ വീഡിയോ കണ്ടിട്ടാണ് ഈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുകയും എനിക്ക് കൂപ്പൺ വേണം, അതുപോലെ തന്നെ എൻ്റെ നാട്ടിലുള്ളവരെ കൊണ്ട് ഞാൻ മാക്സിമം കൂപ്പൺ എടുപ്പിക്കുക എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയും ചെയ്തത്. അത് ഒരു മനുഷ്യത്വം എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്തത്. മനുഷ്യത്വം, ഒരു മനുഷ്യനെ സഹായിക്കാം, അത് ഭയങ്കര മനുഷ്യത്വമായിപ്പോയി. സംഗതി അൻവർ ചിലപ്പോൾ അങ്ങനത്തെ മനുഷ്യത്വം ആളായിരിക്കും. ഞാൻ അങ്ങനെ ഒരു മനുഷ്യത്വം കീപ്പ് ചെയ്യാൻ ഒട്ടും താല്പര്യപ്പെടുന്നില്ല. കാരണം അച്ഛൻ എന്നുള്ള നിലയ്ക്ക് എന്നെ ഒരു രീതിയിലും നോക്കാത്ത, എന്നെ പോട്ടെ ഒരു ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് എൻ്റെ അമ്മയോട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ മക്കളുണ്ടാകുന്ന സമയത്ത് അവരെ ഇട്ടിട്ട് പോയ ഒരാളെ, അയാൾ ലൈഫിൽ ഏത് സാഹചര്യത്തിലിരിക്കുമ്പോഴും അയാളെ തിരിഞ്ഞു നോക്കാതിരിക്കുക എന്നുള്ളത് അതെൻ്റെ ഒരു രീതിയാണ്. എനിക്ക് അങ്ങനെ പറ്റൂ. ഓക്കെ, ഞാനാണെങ്കിൽ തിരിഞ്ഞിട്ട് നോക്കില്ല. അയാൾ ഏത് അവസ്ഥ, അയാൾ ആ അവസ്ഥ കാണുമ്പോൾ ചിലപ്പോൾ ഞാനൊന്ന് ചിരിച്ച് സന്തോഷിക്കും. അത്രത്തോളം എന്നോടും എൻ്റെ അമ്മയോടും ചെയ്തല്ലോ ഈ മനുഷ്യൻ, ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്നുള്ളത് ആലോചിച്ച് നമ്മളൊന്ന് സമാധാനപ്പെടും. പക്ഷെ ഇത്രയൊക്കെ നന്മയാണ് അൻവറിലെന്നുണ്ടെങ്കിൽ അൻവറിനെ ഞാൻ സമ്മതിച്ചിരിക്കണം. ഈ കുഞ്ഞാനുമായിട്ട് എനിക്ക് യാതൊരു രീതിയിലുള്ള ബന്ധങ്ങളില്ല. എൻ്റെ ഫോൺ സംഭാഷണങ്ങളും എൻ്റെ ബാക്കിയുള്ള രീതികളും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു രീതിയിലുള്ള കണക്ഷനോ ഈ കുഞ്ഞാനുമായിട്ട് എനിക്കില്ല. അതേപോലെ തന്നെ ഈ നാസർ എന്ന വ്യക്തിയുമായിട്ട് പേഴ്സണലായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ഞാൻ അവരുടെ ഒരു ഗ്രൂപ്പിലേക്ക് എന്നെ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. 4 ടിക്കറ്റ് ഞാൻ ആദ്യം എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടി, ദുബായിലുള്ള സുഹൃത്തിന് വേണ്ടി, അവരുടെ പെങ്ങന്മാരുടെ പേരിൽ 4 ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിന്റെ സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിലുണ്ട്. അതിനുശേഷമാണ് ഞാൻ എന്താക്കിയത്, 13 ടിക്കറ്റ് ഞാൻ എടുത്തത്. 13 ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുള്ളത് ഞങ്ങളെ ഈ ലോറി ഓടി ഇതിന്റെ ഫസ്റ്റ് വരുമാനം കിട്ടിയ 13,000 രൂപ. നിങ്ങൾക്കറിയാം, ഞാൻ ഇന്റർലോക്കിന്റെ വർക്കാണ്. ചെറുതായിട്ട് നിന്നും ഞങ്ങൾ കാലി വന്ന് ബാംഗ്ലൂർ വന്ന് അവിടുന്ന് ഇന്റർലോക്കിന്റെ കല്ലെടുത്ത് ബാംഗ്ലൂർ നാച്ചുറൽ സ്റ്റോൺ എടുത്ത് തിരിച്ച് ഞങ്ങൾ നാട്ടിൽ കൊണ്ട് ഇറക്കി. ആ പൈസ കിട്ടി, ക്യാഷ് ആയിട്ട് എന്റെ കയ്യിൽ കിട്ടി. ആ പൈസ എന്നുള്ള രൂപ ഞങ്ങൾ എല്ലാവരോടും ഇരുന്ന് തീരുമാനിച്ച് മാറ്റി വെച്ചിട്ടാണ് ഈ വ്യക്തിക്ക് ഞങ്ങൾ കൊടുക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാല് എന്റെ കൂട്ടുകാര് എന്നെ വിശ്വസിച്ചിട്ടാണ് ആ പൈസ കൊടുത്തതും. അതായത് അൻവർ പറയുന്നത്
ആദ്യം 4 ടിക്കറ്റ്, പിന്നെ 13 ടിക്കറ്റ്, 17 ടിക്കറ്റ് അൻവർ എടുത്തു. ഞാൻ അൻവറിനോട് തിരിച്ച് മെസ്സേജ് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ആരാണ് ഈ ടിക്കറ്റ് അൻവറിന് ലഭ്യമാക്കിയത്? അൻവർ ആ നമ്പറിൽ വിളിച്ചു ചോദിക്കുമ്പോൾ ടിക്കറ്റ് അവിടുന്ന് കൂർഗിന്ന് വയനാട് എത്തണമല്ലോ, ഉപ്പ തന്നെയാണ് നേരിട്ട് അൻവറിന് കൊടുത്തതെന്നുള്ളതാണ് എന്നോട് പറഞ്ഞത്. എന്താണെങ്കിലും ഓക്കെ ഫൈൻ, നേരത്തെ പറഞ്ഞ പോലെ ഉപ്പയാണെന്നുള്ളതൊക്കെ തോന്നി ചിലപ്പോൾ ഒരാളെ സഹായിക്കാൻ എന്നൊക്കെയുള്ള ഒരു വേർഷൻ എനിക്കത് അക്സെപ്റ്റബിൾ അല്ലെങ്കിലും കേട്ടിട്ട് ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട്സിനെ കൺവിൻസ് ചെയ്തു. ഒപ്പമുള്ള പാർട്ട്നേഴ്സാണ് ഷാഫിയും വേറൊരു വ്യക്തി അൻവറും. കൺവിൻസ് ചെയ്തു. ഓടി വന്ന 13,000 രൂപ, അതായത് 13 ടിക്കറ്റ് 1000 രൂപ ഒരു ടിക്കറ്റിന് വെച്ച് അവർ ഓടി വന്ന ലാഭം 13,000 രൂപ എടുത്തിട്ട് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ കൺവിൻസ് ചെയ്യണമെങ്കിൽ അൻവർ പറഞ്ഞത് ഷാഫി അടക്കമുള്ളവർ അൻവറിന് വേണ്ടിയിട്ടാണ് ടിക്കറ്റ് എടുത്തത്. അതായത് അൻവർ അപ്പോൾ അവരോട് പറഞ്ഞു കാണുമല്ലോ, എൻ്റെ ഉപ്പയാണ്, ഉപ്പാൻ്റെ അവസ്ഥ ഇതാണ്, ഇന്നൊരു 10-25 കൊല്ലമായിട്ട് തിരിഞ്ഞു നോക്കാത്ത ഒരാളാണ്, പക്ഷേ അയാളുടെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ അയാളെ സഹായിക്കാനാണ് എന്ന് പറഞ്ഞാൽ മാത്രമാണ് ഫ്രണ്ട്സ് ലാഭം കിട്ടിയ പൈസ ഷെയർ ചെയ്യാതെ ഓക്കെ ഓൻ്റെ ഉപ്പോനെ നോക്കാത്തതാണെങ്കിലും കുഴപ്പമില്ല, അത് നിങ്ങൾ കൺവിൻസ് ചെയ്ത് കാണും അൻവർ ഷാഫിനെയും ബാക്കി ഫ്രണ്ടിനെയും. ആ കൺവിൻസ് ചെയ്തതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഷാഫിക്കും ഒപ്പമുള്ള വ്യക്തിക്കും ഈ അൻവറിൻ്റെ ഉപ്പയാണ് നാസർ എന്നുള്ളത് അറിയാം. പക്ഷെ അന്ന് കുഞ്ഞാൻ്റെ ഒപ്പം കാറിൽ കയറിയിരുന്ന് ഇവർ സംസാരിക്കുന്ന സമയത്തുണ്ടല്ലോ, ആലുവ മണപ്പുറത്തുള്ള ബന്ധം കണ്ട ബന്ധം അറിയാലോ, ഈ അൻവറിൻ്റെ ഉപ്പയാണെന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ, അത് അല്ലെങ്കിൽ അന്ന് തന്നെ നിങ്ങൾക്ക് പറയാമായിരുന്നു, കണ്ട സമയത്ത് തന്നെ പൊതുജനങ്ങളോട് നിങ്ങൾക്ക് അത് അറിയിക്കാമായിരുന്നു. പക്ഷെ അതൊന്നും എവിടെയും പറഞ്ഞും ഒന്നും നമ്മൾ കണ്ടില്ല. അതിനുശേഷം വീട്ടിൽ പോയി നിങ്ങൾ ഷാഫിയും ഫ്രണ്ടും കൂടി, അന്നും അവിടെ ഇത് ഞങ്ങളുടെ ഫ്രണ്ട് അൻവറിൻ്റെ ഉപ്പയാണ് ഒരു ടോക്കും അവിടെ വന്നില്ല. മനസ്സിലായോ? അതൊക്കെ സ്റ്റിൽ നാട്ടുകാർക്ക് സംശയം തന്നെയാണ് അൻവറെ. ഇതുപോലെ തന്നെ എൻ്റെ നാട്ടിലുള്ള ഒരുപാട് ആളുകളോട്, എന്നെ അറിയുന്ന ആളുകളോട് ഞാൻ ഈ കൂപ്പൺ എടുക്കുമോ, നിങ്ങൾക്കൊന്ന് എടുത്ത് സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആ ആളുകളൊക്കെ ഇപ്പോഴും എൻ്റെ നാട്ടിലുള്ളവരുമാണ്. അവരോടൊക്കെ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. ഇതിൽ എവിടെയാണ് ഒരു മിസ്റ്റേക്ക് സംഭവിച്ചത്, എങ്ങനെയാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്, അള്ളാഹുവിന്റെ റസൂലാണ് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ഇതിൽ നിരപരാധികളാണ്. ഇത് എങ്ങനെയാണ് ഇതിൽ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ട് സംഭവിച്ചിട്ടുള്ളത്? കുഞ്ഞാനുമായിട്ട് ഏത് രീതിയിലാണ് എനിക്ക് ബന്ധമുണ്ടെന്ന് പറയുന്നത്? ഞാൻ കുഞ്ഞാനെ അന്ന് ആ കണ്ടതിന് ശേഷം ഇന്ന് ഈ ദിവസം വരെ കുഞ്ഞാനെ ഞാൻ കണ്ടിട്ടില്ല. കുഞ്ഞാൻ എന്താണ് വ്യക്തി, എങ്ങനെയാണ് വ്യക്തി എന്നുള്ളത് എനിക്കറിയില്ല. ഇതിൽ എന്താണ് ഫാൾട്ട് വരും? ഇപ്പൊ എന്റെ ഉമ്മാക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല, എന്റെ കൂട്ടുകാരന്മാരെ വീട്ടുകാർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല, ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. ഞങ്ങളെ എല്ലാ കാര്യങ്ങളും ഇതോടുകൂടി പെൻഡിങ് ആയി പോയിക്കുക. ഇതിൽ എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. ടിക്കറ്റ് എടുത്ത ആള് ഞാനാണ്, ഈ ടിക്കറ്റ് വാങ്ങി പൈസ കൊടുത്ത ആള് ഞാനാണ്. ആ ടിക്കറ്റ് ഇപ്പോഴും ഷാഫിന്റെ വീട്ടിലിരിക്കുന്നുണ്ട്. അടിച്ച ടിക്കറ്റ് ഇപ്പോഴും ഷാഫിയുടെ വീട്ടിലിരിക്കുന്നുണ്ട്. അത് കൂടാതെയുള്ള ടിക്കറ്റുകളും ഷാഫിന്റെ വീട്ടിലിരിക്കുന്നുണ്ട്. പിന്നെ ഏത് രീതിയിലാണ് ഞങ്ങൾ ഇതിൽ തെറ്റ് ചെയ്തിട്ടുള്ളത് എനിക്കറിയില്ല. ഏത് രീതിയിലാണ് ഞങ്ങൾ ഇങ്ങനെ ക്രൂശിക്കപ്പെടുന്നുള്ളത് എനിക്കറിയില്ല. നറുക്കെടുത്തതിൽ എന്തെങ്കിലും ഫാൾട്ടുകൾ ഉണ്ടെങ്കിൽ അത് നറുക്കെടുത്ത ആളുകൾ, അവിടെയുള്ള ആളുകൾ നേരിട്ട് പോയി അത് അവര് തമ്മിൽ ചർച്ച ചെയ്ത് അവര് തമ്മിൽ പറയേണ്ട കാര്യങ്ങളാണ്. ഇതിൽ ഞാനും ഈ പറഞ്ഞ ഷാഫിയും ഈ പറഞ്ഞ എന്റെ കൂടെയുള്ള ആളുകളും ഇതിൽ എന്ത് തെറ്റ് ചെയ്തെന്നുള്ളത് ഇതുവരെ ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ല. ഞങ്ങൾ എന്തിനാണ് ഞങ്ങൾ ഇത്രയും സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ ഇട്ടിട്ട് ചെയ്യാത്ത തെറ്റിന്, ഒരാളെ സഹായിച്ചതിന്റെ പേരിൽ, ഒരാളെ സഹായിച്ചു എന്നതിന്റെ മാത്രം കാര്യം എടുത്തിട്ടുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ ക്രൂശിക്കുന്നത് എന്നുള്ളത് ഇതുവരെ എനിക്കും മനസ്സിലായിട്ടില്ല, എന്റെ കൂട്ടുകാർക്കും മനസ്സിലായിട്ടില്ല, എന്റെ നാട്ടുകാർക്ക് എന്താണ് മനസ്സിലായിട്ടുള്ളതെന്ന് ഇതുവരെ ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ ചെയ്തു തന്നെയാണോ പറയുന്നത്, ഇനി എന്താണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതായത് അൻവർ പറഞ്ഞൊരു അവസ്ഥ ഉണ്ടല്ലോ, ഇപ്പോൾ എന്തിനാണ് ഞങ്ങളെ ക്രൂശിക്കുന്നത്, ഞങ്ങൾ ഒരാളെ അൻവറെ ഇതിൽ ബാക്കി 1000 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തവരൊക്കെ ഈ നാസറിനെ സഹായിക്കാൻ വേണ്ടി തന്നെ എടുത്തതാണ്. അല്ലാതെ ആരും മറ്റേ ആക്രാന്തം മൂത്തോ അയ്യോ എനിക്ക് വീട് കിട്ടണമെങ്കിൽ ജിമ്മിന് കിട്ടണം എന്ന് പറഞ്ഞ് എടുത്തതല്ല. എല്ലാവരും നിങ്ങളെ ബയോളജിക്കൽ ഫാദർ നാസറിനെ സഹായിക്കാൻ വേണ്ടി മാത്രം എടുത്തതാണ്. ഇനിയിപ്പോൾ അത് കേൾക്കുന്നതും കാണുന്നതുമായിട്ടുള്ള ആളുകൾക്ക് ഒരു സംശയം തോന്നിയാൽ ഓക്കെ, അതിനവർ കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്താ അറിയോ, ഇതിൽ അൻവറിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് ഷാഫിയോ ഷാഫിയുടെ ഫ്രണ്ടോ ഈ 13 ടിക്കറ്റ് എടുത്തതിൽ അവർ നേരിട്ടല്ല, അൻവറിലൂടെയാണ്. അപ്പം അൻവർ ഈ ടിക്കറ്റ് എടുത്തിട്ട് ബാക്കി നാട്ടുകാരോടടക്കം സഹായിക്കാൻ പറഞ്ഞിട്ട്, സ്വന്തം ഉപ്പാനെ സഹായിക്കാൻ പറഞ്ഞ് ബാക്കിയുള്ളവർ അപ്രോച്ച് ചെയ്തു എന്നും അൻവർ പറയുന്നുണ്ട്. ഓക്കെ, ഫ്രണ്ട്സിനെ കൊണ്ട് ഇടിപ്പിക്കുകയും ചെയ്തു, ബാക്കിയുള്ളവരോട് പറയുകയും ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ ബയോളജിക്കൽ ഫാദറിൻ്റെ പ്രശ്നമാണ് എടുക്കണം എന്നുള്ളത്, കൺവിൻസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ നാസറിന് എന്താണെങ്കിലും അറിയാലോ,
അൻവറാണ് ഇവരെ കൊണ്ട് ഈ ടിക്കറ്റ് എടുപ്പിക്കുന്നത്. അൻവർ ഓൾറെഡി 17 ടിക്കറ്റ് ഉപ്പാക്ക് വേണ്ടി എടുപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അൻവറിൻ്റെ ഭാഗത്തുനിന്ന് വന്ന ടിക്കറ്റുകളാണ് ഇത് എന്നുള്ളത് ഉപ്പാക്കറിയാം. ഓക്കെ, അപ്പം കാണുന്നൊരു വ്യക്തിക്ക് സംശയം തോന്നുകയാണ്. ഈ നാസറിന് തോന്നി അൻവറിൻ്റെ ഭാഗത്തുനിന്ന് വന്ന ടിക്കറ്റുകളാണ് ഇത്രയും ടിക്കറ്റ്. ഇതിലൊരു ടിക്കറ്റിന്, അതായത് നാസറിൻ്റെ കണ്ണിൽ ഈ 17 ടിക്കറ്റ് എടുത്തതും അൻവറാണ്. അതിൽ എന്ത് പേരോ എന്ത് നമ്പറോ ആയിക്കോട്ടെ, പക്ഷെ നാസറിൻ്റെ കണ്ണിൽ എന്താ 17 ടിക്കറ്റ് വന്നതും അൻവറിലൂടെയാണ് വന്നത്. അങ്ങനെയുള്ള സമയത്ത് മകൻ പലരുടെ പേരിലും എടുത്ത ടിക്കറ്റാവും, മകൻ തന്നെ ആവും ഈ പൈസ കൊടുത്ത ടിക്കറ്റ് പലരുടെ പേരിലും. ഓൻ്റെ പ്രശ്നം കൊണ്ട് എടുക്കാതിരിക്കാന്ന് നാസറിന് തോന്നിയിട്ട് നാസർ അതിലൊരു ടിക്കറ്റ് എടുത്തതാണെങ്കിലോ നാളെ അത് അടിച്ചു കഴിഞ്ഞാൽ മകനല്ലേ കിട്ടുക. അങ്ങനെ തോന്നലിൽ നാസർ എടുത്താണെങ്കിൽ അങ്ങനെയൊക്കെ സംശയിച്ചുകൂടെ നാട്ടുകാർക്ക്? നമ്മൾ സംശയിക്കും, ആളുകൾ സംശയിക്കും. ആളുകൾ സംശയിക്കാതിരിക്കും. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു ബന്ധക്കാരനാണ് അടിച്ചതെന്നുണ്ടെങ്കിൽ വലിയ സീനില്ല. ഇതിൽ അടിച്ചവരും പിടിച്ചവരും ഒക്കെ തമ്മിൽ കണക്ഷനും ബന്ധങ്ങളും ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇന്ന് ഞാൻ കുഞ്ഞാനോട് സംസാരിച്ചപ്പോഴും അതാ പറഞ്ഞത്. കുഞ്ഞാനെ ഒന്നാമത്തെ നറുക്ക്, രണ്ടാമത്തെ നറുക്ക് ബുള്ളറ്റ്, പിന്നെ ഞാൻ ആ പറഞ്ഞ ലേഡിയുടെ കേസ് എനിക്കറിയില്ല. പലരും അതും കുടുംബക്കാരാണ്, ഞാൻ ഇന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. എന്താണെങ്കിലും 3 മേജർ നറുക്ക്, ജിമിനി, വീട്, ബുള്ളറ്റ്, ഇതിൽ ആക്റ്റീവ മാത്രമേ മിസ്സായിട്ടുള്ളത്. ഈ 3 നറുക്കും ഒക്കെ തമ്മിൽ അറിയുന്നവരും കൂട്ടക്കാരും കുടുംബക്കാരും. ബാക്കി സ്വർണ്ണക്കോയനും മറ്റേ 30 നറുക്കിലെ ബാക്കി എല്ലാ നറുക്കും ഒരു 10-25 നറുക്ക്, ഓക്കെ, 27 നറുക്ക്. ഇനിയിപ്പോൾ ഈ 3 നാലാമത്തെ ഇത് വിട്, 27 നറുക്കും തമ്മിലൊരു ബന്ധമില്ലാത്ത കേരളത്തിൻ്റെ പല സ്ഥലത്തുള്ള ആൾക്കാർ. പക്ഷേ ഈ ആദ്യത്തെ 2 നറുക്കും വയനാട്ടിലേക്ക് തന്നെ, മൂന്നാമത്തെ നറുക്ക് അവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ. ഇവരൊക്കെ തമ്മിൽ കണക്റ്റഡ്. സംശയം തോന്നില്ല ആളുകൾക്ക്. മനസ്സിലായോ? ഇത് ടിക്കറ്റ് എടുത്തോ എന്താ ചോദിക്കുക? ഇപ്പം അച്ഛനും മോനും കുട്ടികളൊക്കെ ഒരു കെട്ടും, നായിൻ്റെ മക്കൾ നമ്മൾ പുറത്തുനിന്ന്, മറ്റേ എമ്പുരാൻ സിനിമയുടെ ഡയലോഗ് അതാണ് പറയുക. അപ്പം അങ്ങനെ അത് നിങ്ങൾക്കുള്ള പോലെ തന്നെ നാട്ടുകാർക്ക് സംശയമുണ്ട്. ആ സംശയമാണ് നാട്ടുകാർ തീർത്തുകൊണ്ടിരിക്കുന്നത്. 1.5 വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഇന്റർലോക്കിന്റെ വർക്കാണ് ചെയ്യുന്നത്. പെയിന്റിങ്ങിന്റെ വർക്ക് എടുത്തിട്ടുണ്ട്, ഇലക്ട്രിക്കലിന്റെ വർക്ക് എടുത്തിട്ടുണ്ട്. പല രീതിയിലുള്ള പണികളും എടുത്ത് ഞാനൊരു പാർട്ട്ണർഷിപ്പിലായിട്ട് ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയ ഒരു വർക്കാണ് ഇന്റർലോക്കിന്റെ വർക്ക്. ഞാനും എന്റെ ഫ്രണ്ടും കൂടി തുടങ്ങി. അവന് ഏകദേശം ഒരു 9 വർഷം 10 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്. അത് കണ്ട് അവന്റെ പ്രോഫിറ്റ് നോക്കി അവന് ഞങ്ങൾക്ക് 2 പേർക്കും ചെയ്യാവുന്ന രീതിക്ക് കാര്യങ്ങളാക്കിയിട്ടാണ് ഞങ്ങൾ ഇത് തുടങ്ങിയിട്ടുള്ളതും ഇതുവരെ എത്തിച്ചിട്ടുള്ളതും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് വർക്കും കാര്യങ്ങളും അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. ഒരു വണ്ടി കൂടി എടുക്കാന്നുള്ള നിലയ്ക്ക് എത്തി. ലോണും കടവും കടത്തിന്റെ കള്ളിയും വാങ്ങി ഞങ്ങളൊരു ലോറി എടുത്ത് ആ ലോറിയിലാണ് ഇപ്പൊ ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ വണ്ടിയിൽ ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റോൺ എടുക്കുന്നത്. ഇപ്പൊ താണ്ടൂരിലേക്ക് സ്റ്റോൺ എടുക്കാൻ വേണ്ടിട്ട് വന്നതാണ്. വന്നിട്ട് ഇപ്പൊ 3 ദിവസമായിട്ട് ഇവിടെ വണ്ടി കിടക്കുകയാണ്, സാധനം മെറ്റീരിയൽ ഇല്ലാത്തതുകൊണ്ട്. അപ്പോ അൻവറിന്റെ വേർഷനിൽ അൻവർ ഈ പറഞ്ഞ ഫ്രണ്ട്സിനെ കുറിച്ചാണ്, ഷാഫിന്റെ ഒരു ഫ്രണ്ടിനെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത്. അൻവർ കൃത്യമായിട്ട് ഇവരുടെ ഒരു സിറ്റുവേഷൻ, ഇവരുടെ പാർട്ട്ണർഷിപ്പിലേക്ക് എങ്ങനെ എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ അൻവർ പറയുന്നുണ്ട്. പക്ഷെ ഫ്രണ്ട്സ് വീഡിയോ ഇട്ട ആദ്യത്തെ 2 ദിവസവും അതിനകത്ത് അൻവറിനെ കുറിച്ചോ, അൻവർ പാർട്ട്ണറാണ് എന്നുള്ളതോ, അൻവറിൻ്റെ ഉപ്പയാണ്, ഉപ്പാൻ്റെ സിറ്റുവേഷൻ കണ്ടിട്ടാണ് അൻവർ അവരെ കൊണ്ട് അങ്ങനെയൊന്നും അത് വ്യക്തമായി പേരെടുത്തിട്ടൊന്നും അവർ പറഞ്ഞിട്ടില്ല. അത് വീണ്ടും സംശയമാണ്. ഇന്നിട്ടൊരു വീഡിയോനകത്താണ് വീണ്ടും അവർ പറയുന്നത് ഓൻ്റെ ഉപ്പാക്ക് വേണ്ടിയിട്ട് ഓൻ പാർട്ട്ണറായിട്ടുള്ള ആൾ എടുപ്പിച്ചു എന്നുള്ള കാര്യം. അപ്പം ക്ലാരിറ്റി എന്ന് പറഞ്ഞ സാധനം കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റണം. അപ്പോൾ പറയും അവർ യൂട്യൂബേഴ്സ് അല്ല, അവർക്ക് വീഡിയോ ചെയ്യാൻ അറിയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യാൻ പാടില്ല. അൻവറിന് ചെയ്യാൻ അറിയാലോ, സ്വന്തം പാർട്ട്നേഴ്സാണല്ലോ. അൻവറിനെ അവരെ കൂടെ നിർത്തി ഒപ്പം നിർത്തിയിട്ട് അൻവറിൻ്റെ ചാനലിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് കിട്ടണേക്കാൾ വ്യൂവർഷിപ്പ് അൻവറിനുണ്ടല്ലോ. അൻവറിൻ്റെ ഈ വീഡിയോയ്ക്ക് ഏകദേശം 1 ലക്ഷം വ്യൂവർഷിപ്പ് ആവാനായി. അപ്പം അൻവറിന് സംസാരിക്കാനും അറിയാലോ. അൻവറിന് അങ്ങനെ ചെയ്യാം, അൻവറിനെ അവരെ കൊണ്ടുവരാം. അപ്പം അൻവർ പറയും അൻവർ ട്രാവലിംഗ് ആണ്, പ്രശ്നങ്ങളാണ്, വീഡിയോ കോൾ വിളിച്ചിട്ട് ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നത് കാണിക്കാം, റെക്കോർഡ് ചെയ്തിട്ട് ആ വീഡിയോ ഇടാം, ലൈവിൽ തന്നെ കോൾ വിളിച്ചിട്ട് ഫ്രണ്ട്സിനോട് സംസാരിക്കാം. എന്തിനാണ് യൂട്യൂബിൽ അറിയാത്തതും ക്യാമറ ഓണാക്കി സംസാരിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ആളുകളെ വീണ്ടും ഒരു ചാനൽ തുടങ്ങിയിട്ട് നിങ്ങൾ വീഡിയോ ഇട്ടോ എന്ന് പറഞ്ഞാൽ ചാനൽ തുടങ്ങി അതിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാനും അത് കട്ട് ചെയ്യാനും ട്രിം ചെയ്യാനൊക്കെ അവർക്ക് അറിയാം. അവരുടെ വീഡിയോസിലൊക്കെ കട്ട് വന്നിട്ടുമുണ്ട്. ഓക്കെ, സംസാരിക്കുന്ന സമയത്ത് ഞങ്ങൾ യൂട്യൂബിൽ ആദ്യമായിട്ടും ക്യാമറയുടെ മുന്നിൽ ആദ്യമായിട്ട് വന്ന് നിൽക്കുന്നത് കൊണ്ടും ഞങ്ങൾ അൻവറിൻ്റെയും അൻവറിൻ്റെ ഉപ്പാൻ്റെ റിലേഷൻ പറഞ്ഞില്ല എന്നുള്ളൊരു എക്സ്പ്ലനേഷനാണ് ഷാഫി തന്നിട്ടുണ്ടായിരുന്നത്. കൺവിൻസിങ് അല്ല, അത് എനിക്ക് പേഴ്സണലി കൺവിൻസിങ് അല്ല. ഒരിക്കലും ഓർക്കാൻ ഞാൻ ആഗ്രഹിക്കാത്തൊരു കാര്യമാണ്
ഒരിക്കലും ഞാൻ ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് എൻ്റെ ഉപ്പ എന്നുള്ള ഒരാളെ ഞാൻ ഓർക്കുക പോലും. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു അത്. ഞാൻ അത്രയും ആഗ്രഹിക്കാത്തൊരു കാര്യമാണത്. ഉപ്പ എന്നുള്ള ഒരാളെ വേണം, കാണണം എന്നുള്ളൊരു ചിന്ത എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം വളർന്നു വന്ന രീതി മുതൽ അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ ഉമ്മ കഷ്ടപ്പെടുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഉപ്പ കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല. 25 വർഷമായിട്ട് എൻ്റെ വീട്ടിൽ വന്ന് നിങ്ങൾക്ക് ചോദിക്കാം, എൻ്റെ നാട്ടിൽ വന്ന് നിങ്ങൾക്ക് ചോദിക്കാം, 25 വർഷമായിട്ട് യാതൊരു രീതിയിലുള്ള കണക്ഷനും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഈ പറയുന്ന നാസർ എന്ന് പറയുന്ന വ്യക്തി. ഞാൻ എൻ്റെ ഉപ്പയായിട്ട് കണക്കാക്കുക പോലും ചെയ്യാത്തൊരു വ്യക്തിയാണ് ഈ നാസർ എന്ന് പറയുന്ന വ്യക്തി. ജനിപ്പിച്ചത് കൊണ്ട് മാത്രം ഉപ്പയാവോ? എനിക്കറിയില്ല. ജനിപ്പിച്ചത് കൊണ്ട് മാത്രം ഉപ്പയാവോ? എനിക്ക് വേണ്ടിയിട്ട് ഇന്നേ വരെ ഒരു കാര്യവും എന്റെ കുടുംബത്തിന് വേണ്ടി ചെയ്തതായിട്ട് എന്റെ അറിവിലില്ല. എന്റെ നാട്ടുകാരുടെ അറിവിലുണ്ടോന്ന് എനിക്കറിയില്ല. എന്റെ വിവാഹത്തിന് വന്നിരുന്നു, ശരിയാണ്. എന്റെ വിവാഹത്തിന് വന്നതിന് ശേഷം ഇവിടുന്ന് ആരോ പറഞ്ഞറിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്. ഇത്രയൊക്കെ ഒരു മകന്റെ ജീവിതത്തിൽ ഒന്നും ചെയ്യാത്തൊരു ഉപ്പാക്ക് വേണ്ടിയിട്ട് നാസറിന് വേണ്ടി അൻവർ ഇറങ്ങി തിരിച്ചു എന്ന് പറയുമ്പോൾ, അതും ഫ്രണ്ട്സിനെ കൺവിൻസ് ചെയ്ത് 13 ടിക്കറ്റൊക്കെ എടുത്ത് ഇറങ്ങി തിരിച്ചു എന്ന് പറയുമ്പോൾ 100 ആയിരക്കണക്കിന് സംശയം നാട്ടുകാർ ചോദിക്കും. അപ്പം ഞാൻ പറയുമ്പോൾ നാട്ടുകാരെയോ യൂട്യൂബേഴ്സിനെയോ കുറ്റം പറയാതെ അൻവർ സത്യം പറഞ്ഞാൽ ഷാഫിനെയും കൂട്ടി നാസറിൻ്റെ അടുത്ത് പോയി ഇതിലെന്താണ് പ്രശ്നം സംഭവിച്ചത് എന്നുള്ളത് നിങ്ങളെല്ലാവരും കൂടി ഇരുന്നൊന്ന് സംസാരിച്ച് അതൊരു വീഡിയോ ആക്കി അതിൽ നിങ്ങൾ ഈ കൂപ്പൺ എടുത്തതിൻ്റെ ഡീറ്റെയിൽസ്, അതെങ്ങനെ പൈസ ട്രാൻസാക്ഷൻ എങ്ങനെയായിരുന്നു, കൂപ്പണിൻ്റെ നമ്പേഴ്സ്, കുറേ കാര്യങ്ങളുണ്ട്. ഇതിലെല്ലാം വിശദമായിട്ട് ക്ലാരിറ്റിയിൽ നാട്ടുകാർക്ക് മുന്നിൽ വെച്ച് കൊടുക്കുക. എന്നാൽ മാത്രം ഇതൊന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അൻവറിൻ്റെ സിറ്റുവേഷൻ കണ്ടിട്ട് എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാത്തൊരവസ്ഥയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയൊക്കെ അനുഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീനാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, അൻവറിന് കുഞ്ഞാനായിട്ടൊരു കണക്ഷനും ഇല്ല എന്നുള്ളത് അൻവറിൻ്റെ വേർഷനിൽ പറയുന്നുണ്ട്. കുറേ മുമ്പ് ഒരു പരിപാടിയിൽ കണ്ടതാണ് കുഞ്ഞാനെ, അല്ലാതെ കുഞ്ഞാനുമായിട്ട് നോ ബന്ധം എന്നുള്ളത്. കുഞ്ഞാനും പറയുന്നുണ്ട് അൻവർ അന്ന് വന്ന സമയത്ത് ഒരു പരിപാടി കണ്ടതാണ് അൻവറിനെ, അല്ലാതെ എനിക്ക് ഈ പറഞ്ഞ അൻവറിന് ഒരു പിടുത്തമില്ല എന്ന് കുഞ്ഞാനും പറയുന്നുണ്ട്. അത് രണ്ടാളും ഒരുപോലെയാണ് എന്താണെങ്കിലും പറയുന്നത്. അത് ഞാൻ പേഴ്സണലി ആക്സെപ്റ്റഡ്, കാരണം എനിക്കത് ഏകദേശം കാര്യം മനസ്സിലായി. എൻ്റെ കൂടെ ഈ ഷാഫി അടക്കം 3 പേരും കൂടി, ഞങ്ങളടക്കം മൊത്തം 4 പേരുണ്ട്. അതിൽ ഉള്ള ഒരാൾ പുറത്തുമാണ്, ഒരാൾ നാട്ടിൽ. ഞങ്ങൾ 3 ആളാണ് കൈകാര്യം. നിലവിൽ ഞങ്ങളിവിടെ സ്റ്റാൻഡ് ആയിട്ടില്ല. ജനുവരിയോടെയാണ് ആളും കൂടി നമ്മൾ കൂടുള്ളൂ. അതുവരെ ഞങ്ങൾ 3 ആളും തന്നെ നിലവിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അത് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ എന്താ പറയുക ഒരു വണ്ടി വാങ്ങിയത്, ലോറി വാങ്ങിയത്. കാരണം സ്വന്തമായിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്. ഞങ്ങൾ അതിൽ എങ്ങനെയെങ്കിലും ഈ 4 കുടുംബം വച്ച് പിടിക്കാൻ, അല്ലെങ്കിൽ 3 കുടുംബം സ്റ്റാർട്ടിങ്ങിൽ വച്ച് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഒരു വണ്ടി മേടിച്ച്. കൂപ്പൺ എടുക്കാൻ തന്നെ കാരണം ഞങ്ങൾ ഫസ്റ്റത്തെ ബാംഗ്ലൂർ ഓട്ടം കഴിഞ്ഞപ്പോൾ അത് നമുക്ക് ലോറിയിൽ പോകുന്ന ഓൾമോസ്റ്റ് എല്ലാ ഡ്രൈവർമാർക്കും അതിന് ഓണർമാർക്കും അറിയാം, ഒരു ട്രിപ്പിൽ കല്ലെടുത്ത് കഴിഞ്ഞാൽ ബാംഗ്ലൂർ സ്റ്റോണ് വയനാട്ടിലേക്ക് അടിച്ചാൽ 10 റുപ്യേന് വാടക കിട്ടാന്നുള്ളത് ലാഭം കിട്ടാം. നിങ്ങൾക്ക് അങ്ങനെ ഒരു 14 രൂപ കിട്ടുകയും അതിൽ നിന്നുള്ള ക്യാഷ് എടുത്തിട്ടാണ് ഈ ഒരു കൂപ്പൺ എടുക്കുകയും ചെയ്തത്. എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പം എല്ലാവരും പറയുന്നുണ്ട് ഇതിൻ്റെ ഒരു ബേക്കിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതന്നെ ഒന്നും അറിയാണ്ട് എന്തായാലും നമ്മൾ ഈ ടിക്കറ്റ് എടുക്കൂലല്ലോ. അത് സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ മതി. നിങ്ങൾ ഈ കാണുന്ന ആൾക്കാർ, യൂട്യൂബ്സ് വിടി, നമ്മളെ വീഡിയോസ് കാണുന്ന ആൾക്കാർ ഒന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾ ഈ 13 ടിക്കറ്റ് 13,000 രൂപ ഞങ്ങൾ 3 ആളും 4 ആളും കൂടി എടുക്കണമെങ്കിൽ ഒരാൾക്ക് ഒരു 3,000 രൂപ ചെലവ്. സാധാരണക്കാരൻ അങ്ങനെ എടുക്കുമോ? എടുത്താൽ തന്നെ പോട്ടെ, ഈ 13 ഞാൻ ഒറ്റയ്ക്ക് എടുക്കുമോ? പോട്ടെ, അതും കൂടി. ഈ 13 നമ്മൾ എടുക്കണമെങ്കിൽ അതിൻ്റെ വേക്കിൽ എന്തൊരു ഉദ്ദേശം ഉണ്ടോ? അത് എന്ത് ഉദ്ദേശമാണെന്നുള്ളത് അത് നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അത് എത്രത്തോളം നമ്മൾ ഇതിൻ്റെ പുറകെയുള്ളത് പുറത്ത് പറയരുത്. അതൊരു ഫാമിലിക്ക് ബുദ്ധിമുട്ട് വരും. അതായത് എന്താ പറയുക, ഒരു കുടുംബം നശിപ്പിക്കുന്ന കാര്യമായതുകൊണ്ടാണ് നമ്മൾ പുറത്ത് പറയാണ്ടിരുന്നത്. ഫസ്റ്റ് ഓർഡറിന് കിട്ടുന്ന ലാഭം സാധാരണ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ എന്തെങ്കിലും ഒന്നെങ്കിൽ നന്മ പ്രവൃത്തി ചെയ്യും, അല്ലെങ്കിൽ അത് വണ്ടിൻ്റെ പിന്നെ ഇതിലേക്കോ അല്ലെങ്കിൽ വേറെന്താ ആവശ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ സ്വന്തം ആവശ്യങ്ങളിലേക്കാണ് എടുക്കുക. ഇത് നമ്മളോടൊരു ആവശ്യപ്പെട്ടപ്പോൾ നമ്മളോട് അവരെ അവസ്ഥ പറഞ്ഞ സമയത്ത് നമ്മൾ സഹായമായിട്ട് കൊടുത്തൊരു പൈസയാണ്. അത് നമ്മൾ കൂട്ടത്തിൽ തന്നെ ഒരാൾക്ക് തന്നെ നമ്മൾ കൊടുത്ത പൈസയാണ്. അത് അയാൾ തന്നെയാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്തത്. ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്തത് ആ വ്യക്തി തന്നെയാണ്. അപ്പോൾ ആൾ തന്നെയാണ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ. ടിക്കറ്റ് അപ്പം തന്നെ നമ്മൾ തന്നും ചെയ്തു. അതെ, അത് എഴുതിയിട്ടത് ഞങ്ങളുടെ പേരിലുമാണ്. ഞങ്ങളുടെ പേരിലാണ്. കാരണം എന്ന് കഴിഞ്ഞാൽ അവന്റെ പേര് എഴുതിടാൻ പറ്റൂല എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്തത്. ഞങ്ങൾക്ക് അടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ ഒരു പ്രശ്നമല്ല. ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾക്ക് അടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ആ വീട് വേണ്ട, ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഷാഫിൻ്റെ ഫ്രണ്ട് പറഞ്ഞത്
14,000 രൂപ കിട്ടിയെന്ന് 13,000 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തു. പാർട്ട്നേഴ്സാണ് ഇവർ 3 പേരും. ബാംഗ്ലൂരിൽ നിന്ന് ലോഡ് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എത്ര രൂപ കിട്ടുമെന്ന് നിങ്ങൾക്ക് അറിയാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ 13,000 എന്നാണ് അൻവർ പറഞ്ഞത്. 13,000 രൂപ കിട്ടി. ആ കിട്ടിയതിനൊക്കെ ടിക്കറ്റ് എടുത്തു. ഇവിടെ 14,000 രൂപ കിട്ടി, അതിൽ 13,000 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തു. എന്തോ ഒരു മിസ്മാച്ച്. അത് എനിക്ക് മാത്രം തോന്നിയതാണോ അതോ നിങ്ങൾക്ക് തോന്നിയതെന്ന് എനിക്കറിയില്ല. എനിക്കിത് കേട്ടപ്പോൾ ഫസ്റ്റ് ആ ഫിഗർ എൻ്റെ മനസ്സിൽ രണ്ടുപേരും റോങ് ആയിട്ട് പറഞ്ഞത് എനിക്ക് കിട്ടി. ഓക്കെ, മിസ്റ്റേക്ക് ആയിരിക്കാം ചിലപ്പോൾ, മനുഷ്യന്മാരല്ലേ, അത് പോട്ടെ. വേറൊരു കാര്യം പറയുന്നത് ശ്രദ്ധിക്കണം. കൃത്യമായിട്ട് ഇവർ പറയുന്നുണ്ട് കൂട്ടത്തിലുള്ളൊരു ഫ്രണ്ട്. ഇവിടെ എവിടെയും അവർ അൻവറിനെ പറയുന്നില്ല, അൻവറും നാസറും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ച് പറയുന്നില്ല, ഒന്നും അവർ പറയുന്നില്ല. ഈ ബന്ധം പറയാത്തതും ഇതിൻ്റെ ഒരു രീതിയിലുള്ളത് കാണിക്കാത്തതുമാണ് ഞാൻ ആദ്യത്തെ 2 വീഡിയോ. പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ഒപ്പം കാറിൻ്റെ ബാക്കിൽ ഇരുന്ന സമയത്ത് ഈ 2 പേര് നാസറിനെ അറിയാത്ത പോലെയാണ് ഇരുന്നത്. അതിനുശേഷം വീട്ടിൽ പോയിരുന്നപ്പോഴും അറിയാത്ത പോലെയാണ് ഇരുന്നത്. സ്വന്തം ഫ്രണ്ടിൻ്റെ ഉപ്പ, അതായത് ആ ഫ്രണ്ട് ഇവരെ കൺവിൻസ് ചെയ്യിച്ചിട്ടാണ് ഈ ടിക്കറ്റ് എടുപ്പിച്ചതെന്നുള്ളത് ഇപ്പം വളരെ ക്ലിയർ ആയിട്ട് ഇവർ പറയുന്നുണ്ട്. അവരെ സഹായിക്കാൻ, മനസ്സിലായോ? അൻവർ പറഞ്ഞതുകൊണ്ട് മാത്രം ലാഭത്തുനിന്ന് ആ ലാഭം മൊത്തം എടുത്തിട്ട് അൻവർ ബയോളജിക്കൽ ഫാദറായിട്ടുള്ള നാസറിനെ സഹായിക്കാൻ ഇവരെ കൺവിൻസ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്. അൻവറും ഷാഫിയും മനസ്സിലാക്കേണ്ടത് നാട്ടുകാർക്ക് എന്താ സംശയം തോന്നുക. നാസറിൻ്റെ കണ്ണിൽ മകൻ, ഞാൻ ഇട്ടിട്ട് പോയ, ഞാൻ ഉപദ്രവിച്ച മകൻ ഇപ്പോഴും എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നു. ഏത് 10, 13, 17 ടിക്കറ്റ് കൊടുത്തിട്ട്. അപ്പോൾ നാസറിന് തോന്നുകയാണ് ഇപ്പോൾ എന്നാലും ഓനെന്നെ അടുപ്പിക്കാം. ഇവർ പറഞ്ഞ മെയിൻ പോയിന്റ് ഇതിനകത്തുണ്ട്. ഷാഫിയും ഫ്രണ്ടും ഓൻ്റെ പേരിൽ എഴുതിടാൻ പറ്റില്ല. ഏത് ഓൻ്റെ പേരിൽ എഴുതിടാൻ പറ്റില്ല? അതെന്താ പറ്റായിക? കാരണം ഓൻ്റെ പേരിൽ എഴുതിയിട്ടിരുന്നെങ്കിൽ നാട്ടുകാർക്ക് ഇതിലും പ്രശ്നമായിരുന്നു. അപ്പോൾ വീടടിച്ച ആളെ മുന്നിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇൻ കേസ് ഓൻ്റെ പേരിലാണ്, അൻവറിൻ്റെ പേരിലാണ് കിട്ടിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നാട്ടുകാർ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ അൻവറിൻ്റെ വരുന്നോട് കൂടിയിട്ട് പറയും ഇത് നാസറിൻ്റെ ആദ്യത്തെ ഭാര്യയുള്ള മോനാണ്. മനസ്സിലായോ? കോംപ്ലിക്കേറ്റഡ് ആണ്. നിങ്ങളുടെ അവസ്ഥ മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ട്. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ ഇടുന്നത് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും നിങ്ങളുടെ വീഡിയോ എഡിറ്റഡാണ്, സോർട്ടഡാണ്, കൃത്യമാണ്. ആദ്യമായിട്ടിടുന്ന എന്തോ സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആദ്യമായിട്ട് സംസാരിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം നിങ്ങൾക്ക് മേ ബി. ബട്ട് സ്റ്റിൽ എനിക്കെന്തോ ആ ബോഡി ലാംഗ്വേജ് കൺവിൻസിങ് അല്ല. എൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം, എനിക്ക് തോന്നിയതായിരിക്കും. ഇഫ് ഐ എം നോട്ട് റോങ്, അത് വിട്ടുകളഞ്ഞേക്ക്. ഓക്കെ ഫൈൻ. എന്തായാലും നിങ്ങളുടെ അവസ്ഥ നിങ്ങൾ നാട്ടുകാരിൽ എത്തിച്ചു. ആൻഡ് ഒരു കാര്യമുണ്ട്, ഷാഫി ഇതിൽ പറഞ്ഞത് ഷാഫിക്ക് ഇപ്പോഴുള്ള കല്ലിൻ്റെ പണി അത് ഹൈദർ മധൂർ അവിടെ പോയി അന്വേഷിച്ച സമയത്ത് പല നാട്ടുകാരും സ്വർണ്ണമാണെന്ന് പറഞ്ഞു. പക്ഷേ ഷാഫിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റിൽ സ്വർണ്ണം സൈഡിൽ കൂടി ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ ഈ വീഡിയോനകത്ത് ഷാഫി പറഞ്ഞത് അതും ഏകദേശം തീർത്തു എന്നുള്ളതാണ്. സൈഡിൽ കൂടി ഓൾറെഡി സ്വർണ്ണക്കടയിൽ ഉള്ള ഒരാൾ, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇങ്ങനെ നിൽക്കുന്ന കടയ്ക്കകത്തിരിക്കുന്ന ഒരാൾ 2 മാസമായിട്ട് മാത്രമാണ് ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഒരു പുതിയ സംരംഭം തുടങ്ങിയത്. അപ്പോൾ നാട്ടിലെ എല്ലാവരും അറിയണമെന്നില്ല. ഹൈദർ പോയി ചോദിച്ച സമയത്ത് അങ്ങനെ അറിയാത്തവരായിരിക്കും ചിലപ്പോൾ ഹൈദറിനോട് ഇവന് സ്വർണ്ണമാണ് പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആൻഡ് കഴിഞ്ഞ നാസറിൻ്റെ ഒപ്പമുള്ള വീഡിയോനകത്തും കല്ലിൻ്റെ ഒപ്പം ഞാൻ സ്വർണ്ണം ചെയ്യുന്നുണ്ട് എന്ന് കൂടി ഷാഫി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാട്ടുകാരെ പറഞ്ഞിട്ടോ ബാക്കിയുള്ളവർ പറഞ്ഞിട്ടോ കാര്യമില്ല. ഓക്കെ, കാരണം ഷാഫി ഇപ്പോഴും സ്റ്റിൽ സ്വർണ്ണം ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, പിന്നെ ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ കല്ലിലേക്ക് മാറിയിട്ട് 2 മാസമായിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നാട്ടുകാർ നോക്കുമ്പോൾ വർഷങ്ങളായിട്ട് ഷാഫി സ്വർണ്ണം റിലേറ്റഡ് ആയിട്ടുള്ള പണിയിലുള്ള ഒരാളാണ്. അപ്പോൾ നാട്ടിലാരെങ്കിലും ഒന്ന് ചോദിച്ചാൽ ഒരു സ്വർണ്ണപ്പണി എന്നേ പറയൂ. 2 മാസമായിട്ടുള്ളൂ, 2 കൊല്ലം കഴിഞ്ഞിട്ടല്ല, 2 മാസമേ ആയിട്ടുള്ളൂ. കൂട്ടക്കാരും കുടുംബക്കാരും അല്ലല്ലോ, നാട്ടുകാർ ഫുള്ളായിട്ട് ഇത് അറിയില്ലല്ലോ. മനസ്സിലായോ? അങ്ങനത്തെ ഒരു സീൻ അതിനകത്ത് കിടക്കുന്നുണ്ട്. എന്താണെങ്കിലും ലെറ്റ് സീ വാട്ട് ഹാപ്പൻസ്. കേസും കൂട്ടവും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുമോ, എന്താ ഇതിൻ്റെ പുറത്ത് വരിക? എല്ലാവരും പറയുന്നു, ഇപ്പോൾ ഷാഫി പറയുന്നത് ഷാഫി തെറ്റുകാരനല്ല, അൻവർ പറയുന്നത് അൻവർ തെറ്റുകാരനല്ല, കുഞ്ഞാൻ പറയുന്നത് കുഞ്ഞാൻ തെറ്റുകാരനല്ല. നാസറിൻ്റെ വേർഷൻ നമ്മൾ കേട്ടിട്ടില്ല, പിന്നെ ആ വെള്ള ഷർട്ടിൻ്റെ വേർഷൻ നമ്മൾ കേട്ടിട്ടില്ല, വെള്ളവനേൻ്റെ. ഇതിനാരാണ് യഥാർത്ഥത്തിൽ കുറ്റക്കാർ? 1000 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത നാട്ടുകാരോ ആണോ? നാട്ടുകാർക്ക് സംശയം മാറണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഇത് പോലീസ് അന്വേഷിക്കട്ടെ, അല്ലെങ്കിൽ സ്പെഷ്യൽ ടീം തന്നെ ഇറങ്ങി അന്വേഷിക്കട്ടെ.